നീതി തേടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടം അനന്തമായി തുടരുകയാണ്. കോടതി നടപടികൾ നീളുമ്പോൾ പ്രതീക്ഷയോടെ രാഷ്ട്രപതിയിൽ അഭയം തേടിയിരിക്കുന്നു അതിജീവിതയും കുടുംബവും. കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയ്ക്കെതിരെയാണ് പുതിയ പോരാട്ടം. 3 കോടതികളിൽ മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന് ജില്ലാ ജഡ്ജി കണ്ടെത്തി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇതേവരെ ഉണ്ടായിട്ടില്ല. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന രാഷ്ട്രപതിക്ക് അയച്ച പരാതിയിൽ അതിജീവിത പറയും. ജുഡീഷ്യൽ ഓഫീസർമാർക്കും ജീവനക്കാർക്കുമെതിരെ നടപടി വേണമെന്നതാണ് ആവശ്യം. മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധന പുറം ലോകം ആദ്യമായി അറിഞ്ഞത് റിപ്പോർട്ടിലൂടെയായിരുന്നു. വിവരങ്ങളുമായി ആർ റോഷിപാലുണ്ട്, ശ്യാം ദേവരാജ്, അലി അക്ബർ ഷാ എന്നിവർ. ആദ്യം ശ്യാം ദേവരാജിലേക്ക് പോകുന്നു. ശ്യാം, ഇപ്പോൾ ഇതിന്റെ കേസിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഇത് ഫെബ്രുവരിയോട് കൂടി തന്നെ ഒരു വിധി പ്രതീക്ഷിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അതിജീവിതയ്ക്ക് വീണ്ടും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ, അത് കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന നീതി നിഷേധം അത് രാഷ്ട്രപതിയെ അറിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട 3 കോടതികളിൽ നിന്നുള്ള നീതി നിഷേധം എങ്ങനെയാണ്? സ്മൃതി, ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കേസിന്റെ വിചാരണ അടക്കമുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മെമ്മറി കാർഡ് തുടക്കം മുതൽ, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. അന്നാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെടുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് 297-ാം നമ്പറായി 2017 രജിസ്റ്റർ ചെയ്ത കേസാണിത്. ആ കേസിലെ സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡ് തുടക്കം മുതൽ അന്വേഷണ സംഘം കണ്ടെത്തുകയും അത് കോടതിയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ, പ്രത്യേകിച്ചും മജിസ്ട്രേറ്റ് കോടതിയിലിരിക്കുകയും പിന്നീട് വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കുകയും 3 തവണയാണ് നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത്. ഈ 3 തവണ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടുന്ന ആവശ്യം, അനിവാര്യത ഇല്ല. കാരണം മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ അതേപടി പെൻഡ്രൈവിലേക്ക് പകർത്ത് നൽകിയിട്ടുണ്ട്. അത് വിചാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് പകർത്ത് നൽകിയിട്ടുള്ളത്. പ്രതിദിന വിചാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് പകർത്ത് നൽകിയിട്ടുള്ളത്. പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കാം എന്നിരിക്കെ മെമ്മറി കാർഡ് എന്നത് അത് തെളിവാണ്. ഈ കേസിൽ സുപ്രധാന തെളിവ് എന്ന നിലയിലാണ് അത് കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്ന ആ ദൃശ്യങ്ങൾ എന്തിന് 3 തവണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അർദ്ധരാത്രിയിൽ, അത് രാത്രി സമയത്ത് കോടതി ചേരാത്ത സമയമാണ്, ഈ സമയത്താണ് ഇത് 3 തവണയും പരിശോധിക്കപ്പെടുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അങ്ങനെ പരിശോധിക്കപ്പെട്ടത് എന്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്ന വിവരം പുറത്തുവിടുന്നത് റിപ്പോർട്ടർ ടിവിയാണ്. റിപ്പോർട്ടർ ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. അങ്ങനെ ഈ വിവരം പുറം ലോകം അറിയിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഈ മെമ്മറി കാർഡ് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കുന്നത്. ആ പരിശോധനയിൽ ഇത് മെമ്മറി കാർഡ് 3 തവണ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ തെളിയുമ്പോൾ അത് റിപ്പോർട്ടറിന്റെ പുറത്തു കൊണ്ടുവന്ന വാർത്ത കൂടി ശരിവെക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിത ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ആദ്യം വിചാരണ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ വിചാരണ കോടതി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. തുടർന്നാണ് നടപടി സ്വീകരിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ മെമ്മറി കാർഡ് അന്യായമായി പരിശോധിക്കപ്പെട്ടു എന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ഹൈക്കോടതി അതിജീവിതയുടെ വാദം വിശദമായി കേൾക്കുന്നു. തുടർന്ന് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്നതിൽ തർക്കമില്ല എന്നാണ്. അതിനപ്പുറത്തേക്ക് ഇതാര് പരിശോധിച്ചു, എപ്പോൾ പരിശോധിച്ചു, എന്തിന് പരിശോധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ പരിശോധന നടത്തണം എന്നതായിരുന്നു നിർദ്ദേശം. ഈ തുടർ നടപടി നടത്തേണ്ടത് ജുഡീഷ്യറിയാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നീതി നിഷേധത്തിനെതിരെ അതിജീവിതയുടെ കുടുംബം രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നു.